ഹായ് ഗായ്സ്, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ ഹാർട്ട് ബീറ്റ്സ് ഓഫ് കാനഡ. അപ്പോൾ ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു ഫ്ലവർ ഹണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. കുറച്ച് ഫ്ലവറിന്റെ വിശേഷങ്ങളുമായിട്ടാണ്. ഇവിടെ ഇപ്പോൾ കാനഡയിൽ സ്പ്രിംഗ് കഴിഞ്ഞപ്പോൾ സമ്മറിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ കാണാറുണ്ടല്ലോ, ഒത്തിരി ഫ്ലവേഴ്സ്, ടുലിപ്സ്, ചെറി ബ്ലോസംസ്, അങ്ങനെ ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ട്. അത് കൂടാതെ ഇവിടെ കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ ബാക്കിൽ തന്നെ കാണാം ഒരു ഫ്ലവർ തോട്ടമല്ല, ഇത് ലോക്കൽ പൂക്കളാണ്. എന്നാലും ഭയങ്കര ഭംഗിയാണ് ഈ മഞ്ഞ കളർ. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ കാണാം കുറേ ഫ്ലവേഴ്സ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചു അങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിയല്ലോ, ഇവിടെയുള്ള ഫ്ലവേഴ്സിനെ കുറിച്ച് ഒരു വീഡിയോ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള ഇത് വലിയ പ്ലാന്റ് ഒന്നുമല്ല, ഞങ്ങൾ പോകുന്ന വഴിക്ക് എന്തൊക്കെയാണോ കാണുന്നത് അതെല്ലാം നമ്മൾ കാണിച്ചാണ്. ആദ്യം നമുക്ക് ഈ കാണിക്കാം. അപ്പൊ നമുക്ക് ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഈ പൂക്കൾ കണ്ടത്, എന്ത് ഭംഗിയാന്ന് നോക്കി. ഇച്ചിരി ഒന്ന് കാണിച്ചു കൊടുത്തേ. ഞാൻ ഫുള്ളി ഗ്രൗണ്ട് മുഴുവനും ഈ പൂവാണ്. കമ്മൽ ചെടി എന്നാണ് എനിക്ക് തോന്നുന്നത്. കമ്മൽ പോലെ ഉണ്ട് ഇതിൻ്റെ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ സ്പ്രിങ് എത്തിക്കഴിഞ്ഞാൽ കാനഡയിൽ ഫുൾ ഈ ഒരു ചെടിയാണ് കേട്ടോ. എല്ലാ ലോണിലും ഈ ഒരു ചെടി ഇങ്ങനെ നടക്കുവാണ്. ഈ ചെടിയുടെ പേരൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഗൂഗിളിൽ നിന്ന് ഇവൻ്റെ പേര് കിട്ടിയിട്ടുണ്ട്. ഡാൻഡിലയൺ എന്നാണ് ഈ പൂവിൻ്റെ പേര് കേട്ടോ. ഒരു രക്ഷയില്ല, അന്യായ ഭംഗിയാണ്. ഒരു കംപ്ലീറ്റ് ലോണിനെ അടിപൊളിയാക്കാൻ പറ്റിയൊരു സാധനമാണ് ഇത്. പക്ഷേ ഇവിടെ ഒരു കളയായിട്ടാണ് പലപ്പോഴും എല്ലാവരും പറയുന്നത്, വീഡ് എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇത് ഡെയ്സി പൂവിൻ്റെ വംശത്തിൽപ്പെട്ട പൂക്കളായതുകൊണ്ട് ഇതിന് ഒരു അപാര ഭംഗിയാണ് കേട്ടോ. ഇത് ഒരു ഡാൻഡിലയൺ തന്നെയാണ്. ഇതും ഒരു ലോണിലാണ് വളരുന്നത്. അപ്പൂപ്പൻ താടിയുടെ ഇതുമായിട്ട് ചെറിയ സാദൃശ്യമൊക്കെ ഉണ്ട്. അതായത് ഊതിയാൽ പറക്കും, അതാണ് ഈ പൂവിൻ്റെ പ്രത്യേകത. ഇതിന് ഒരു ശകല നേരം ഒരു ആയുസില്ല ഗൈസ്, ഇങ്ങനെ പറന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഗൈസ്. വഴി കാണുന്ന, കാട്ടിൽ കാണുന്ന എല്ലാ ചെടികളെയും ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇരുവശങ്ങളിലായിട്ട് അന്യായ ഭംഗിയിൽ വേറൊരു ഐറ്റം നിൽക്കുന്നു. വെള്ളപ്പൂക്കളുള്ള ഈ ചെടിയുടെ പേര് ഒന്ന് ഗൂഗിൾ ചെയ്യട്ടെ. പറയുന്നത് ശരിയാണോ എന്തോ, പൈറസ് നിവാലിസ് എന്നാണ് ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പം ഇതിൻ്റെ പേര് കണ്ടത്. ഒരുപാട് വൈറ്റ് ബ്ലൂമിങ് ആയിട്ടുള്ള ചെടികൾ അല്ലെങ്കിൽ മരങ്ങൾ കാനഡയിൽ ഇപ്പോൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ പല വേരിയേഷൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അതുകൊണ്ട് കറക്റ്റായിട്ട് പേരൊന്നും അറിയത്തില്ല. എന്തായാലും ഇതൊരു കിടിലൻ ഒരു കാഴ്ചയാണ് ഈ സ്പ്രിങ്ങിനകത്ത്. ആർക്കെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും പോകണം. മസ്റ്റ് കണ്ടിരിക്കേണ്ട കുറച്ച് സ്പ്രിങ് കാഴ്ചകളുമാണ്. അതുപോലെ തന്നെ നിങ്ങൾ നല്ല ബ്രൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു വെട്ടമുള്ള സമയത്ത്, മെയിൻലി സൺലൈറ്റ് ഉള്ള സമയത്ത് പോയാൽ നിങ്ങൾക്ക് നല്ല സൂപ്പർ ഫോട്ടോസും കിട്ടും കേട്ടോ. അപ്പം ഞാൻ എടുത്ത 2-3 ഫോട്ടോസൊക്കെ അവിടെ എവിടെയൊക്കെ കാണിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതിൻ്റെ അവിടെ നിന്ന് ഞാൻ 2-3 ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇടയ്ക്കൊന്ന് കാണിക്കാൻ വേണ്ടിയാണ്, മനസ്സിലായോ? അല്ലാതെ സ്വിച്ചിട്ട് പോലെ ഒരു പൂ കാണിച്ച് പിറ്റേ പൂ കാണിക്കുമ്പോൾ എന്താ വിചാരിക്കുന്നത്? നിങ്ങൾ ഫേക്ക് ആണെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ എടുക്കും. ആംഗ്രി മോഡ് ഓണാണ്. എവിടെ നമ്മൾ പരിപാടി അവതരിപ്പിച്ചാൽ എപ്പോഴെങ്കിലുമൊക്കെ തല്ലുകൂടൽ പതിവാണ്. അതായത് ഇച്ചാൻ്റെ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ വഴിയും കൂടെ കാണിക്കണം എന്നാണ് ആൾ ഉദ്ദേശിച്ചത്. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, കുറച്ച് വഴി കണ്ടോളൂ. ഞങ്ങൾ പോയ വഴികളാണ് കേട്ടോ ഇതൊക്കെ. വഴിയുടെ സൈഡിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ പൂത്തുലഞ്ഞ കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. അയ്യോ എൻ്റെ അമ്മോ, എന്തൊക്കെ രസമായിരുന്നു. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ റോഡിലൂടെ പോകുമ്പോഴത്തേനും ഞങ്ങൾക്ക് നിർത്തി ഇങ്ങനെ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്തെടുത്ത് അങ്ങ് പോയി കേട്ടോ. അപ്പം ഇതൊക്കെ ആസ് ഇച്ചാൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ എടുക്കുന്ന വീഡിയോസാണ് ഗൈസ്. നിങ്ങൾ വഴി കണ്ടിട്ട് വരൂ. അങ്ങ് ജപ്പാനിൽ നിന്ന് കുടിയേറിയ കുറച്ച് പൂക്കളുടെ വിശേഷങ്ങളിലേക്ക് നമുക്കിനി കിടക്കാം. എവിടെ തിരിഞ്ഞാലും ഇപ്പോൾ കാനഡയിൽ കാണുന്ന ഒരു ചെടിയാണ് ടുലിപ്സ്. പല കളേഴ്സിൽ ഇത് അവൈലബിൾ ആണെന്നുള്ളതാണ്. മഞ്ഞ, ഓറഞ്ച്, റെഡ്, വയലറ്റ്, അങ്ങനെയുള്ള പല കളേഴ്സിൽ ഇത് ഭയങ്കര ഭംഗിയാണ്. ഒരു ബഞ്ചായിട്ട് നിൽക്കുമ്പോൾ ഇത് നമ്മൾ ജനുവരി ഫെബ്രുവരി ഒക്കെ ആ ഒരു സീസൺ ആകുമ്പോഴത്തേക്കും നമ്മളിതിൻ്റെ ബൾബ് നമ്മൾ മണ്ണിൽ കുഴിച്ചിടുക. സ്പ്രിംഗ് സീസൺ ആകുമ്പോൾ ഇതുപോലെ നല്ല അടിപൊളി ഫ്ലവേഴ്സായിട്ട് അത് വിരിഞ്ഞിരിക്കും. ഇതിൻ്റെ ബ്ലൂമിങ് കാഴ്ചകൾ വേറെ ലെവലാണ്. ഇവിടെ ഇപ്പോൾ ടുലിപ്സിൻ്റെ പീക്ക് ബ്ലൂം സീസണാണ്. ഫാമുകളൊക്കെ ഓൾമോസ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഞങ്ങൾക്കും പോകണം എന്ന് ആഗ്രഹമുണ്ട്. കുറച്ച് ടുലിപ്സ് കാണാൻ, കുറച്ച് ഫോട്ടോ എടുക്കാം. നമുക്ക് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് കുഞ്ഞു പൂക്കളുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് എടുക്കാം കേട്ടോ. സൂര്യൻ ബാക്കിലല്ലേ, പിന്നെ ഇവളെന്തിനാണ് ഈ കണ്ണാടി വെച്ചിരിക്കുന്നത്? വേറെ ഒന്നും കൊണ്ടല്ല, കണ്ണിന് നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഐ പ്രൊട്ടക്ഷൻ. അത് ഭയങ്കര വെയിലായിരുന്നു അന്ന്. പക്ഷേ എന്തായാലും കുഴപ്പമില്ല, അതൊക്കെ മാനേജ് ചെയ്തു. അപ്പോൾ ഞങ്ങളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് റോഡിലൊരു ചുമപ്പ് വരാം. ഇതെല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ ബസ് ഇതുവഴിയാണ് പോകുന്നത്. ബസ് റൂട്ട്. അപ്പോൾ അതിൽ വേറെ വാഹനങ്ങളൊന്നും അങ്ങനെ പോകത്തില്ല. അങ്ങനെ ഞങ്ങളുടെ എക്സ്ട്രീം ആയിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കുറച്ച് നേരം മുന്നേ ഞങ്ങൾ റോഡ് സൈഡിൽ വേറൊരു അടിപൊളി വെറൈറ്റി ഓഫ് ഫ്ലവർ കണ്ടു കേട്ടോ. ഭയങ്കര ഒരു ലാവൻഡർ കളർ, എന്തോ ഇതിന് പറയുന്നത്, എന്ത് കളറായത് നിങ്ങൾ കമൻറ്റ് ചെയ്യുമോ? പിങ്ക് അല്ല, പർപ്പിളാണോ, ലാവൻഡർ ആണോ? നല്ലൊരു ചെടിയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നു. ദിസ് ഈസ് ദ എവർഗ്രീൻ സ്പ്രിംഗ് സംഭവമായ ചെറി ബ്ലോസമാണ് ഗൈസ്.
ഇവിടെ ചെറി ബ്ലോസം കാണാൻ വന്നിട്ട് ഞങ്ങൾ 2 പേരും ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. കാരണം ഞങ്ങൾ വന്ന സമയത്ത് ഇത് പൊഴിഞ്ഞു പോയി. ഏപ്രിൽ മിഡ് ടു എൻഡ് വീക്ക് ആയിരുന്നു ഇതിൻ്റെ പീക്ക് ബ്ലൂമിങ് ടൈം. ആ സമയത്ത് അവിടെ പോയിട്ടുള്ള എല്ലാവർക്കും ഇത് കാണാൻ പറ്റി. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയറേ കാണാൻ പറ്റത്തുള്ളൂ. സങ്കടം. ചെറിയ ബ്ലോസം പ്രതീക്ഷിച്ചു വന്ന മാമന്റെ ചമ്മലാണ് നമ്മൾ കാണുന്നത്. ചെറിയ ബ്ലോസായി പോവുകയാണ്. ഇവിടുത്തെ എല്ലാ പരിപാടിയെല്ലാം കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച എനിക്ക് കുറച്ച് ടെക്നിക്കൽ റീസൺസ് കൊണ്ട് കാണാൻ പറ്റിയില്ല. ടെക്നിക്കൽ റീസൺ, അത് വേറെ ടെക്നിക്കൽ റീസൺ ആണ്. നിലത്ത് കാണിച്ചോളൂ ഫുള്ളും. ഇതിപ്പോ ചുറ്റും ഒന്ന് കാണിക്കും. ഇതാണ് ചെറിയ ബ്ലോസം കേട്ടോ. ഒരു ചെറിയ ഇവിടെ ഇല്ല, ഒരു ബ്ലോസവും ഇവിടെ ഇല്ല. എല്ലാം നിലത്ത് കിടക്കും. നിങ്ങൾ കാണിച്ചത് ഇതിവിടെ കാനഡയിലെ സ്കാർബ്രോയിലുള്ള ഒരു പാർക്കാണ്. അപ്പോൾ ഇവിടെ വന്ന ചെറിയ ബ്ലോസം കാണാമെന്ന് ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രകാരം ഞാൻ വേറൊരു വീഡിയോ കണ്ടു. കാരണം ഒരുപാട് മുമ്പ് വന്ന ആൾക്കാർക്ക് ഇത് ബ്ലൂം ആയത് കാണാൻ പറ്റിയിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചോട് പറഞ്ഞ ഒരു വീക്ക് കഴിഞ്ഞിട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ ഒരു വീക്ക് കഴിഞ്ഞിട്ട് പോയപ്പോൾ അത് തീരുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് മീറ്ററിൽ കറക്റ്റ് സമയത്ത് നിങ്ങൾ പോയി കണ്ടില്ലെങ്കിൽ ചെറിയ ബ്ലോസം എല്ലാം പൊഴിഞ്ഞ് താഴെ വീഴും. ഭാഗ്യം 2-3 ഒരു പൂക്കൾ കാണാൻ പറ്റി. ആക്ച്വലി ചെറിയ ബ്ലോസം ഞാൻ കണ്ടത് മുഴുവൻ ഒരു പിങ്കിഷ് കളറിലായിരുന്നു. ഇത് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ഒരു വൈറ്റിഷ് കളറിലേക്കായി മാറി. അപ്പം ഇതിൻ്റെ കളർ എന്താണ് ഒറിജിനൽ കളറെന്ന് അറിയാമെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ഒരുപാട് ഉയരത്തിലായിരുന്നു, അത് നമുക്ക് അങ്ങനെ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇതാണൊരു റഫ് വ്യൂ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. മുമ്പ് ഞാൻ പറഞ്ഞത് തന്നെയാണ്, നിങ്ങൾ നല്ല വെട്ടമുള്ള സമയത്ത്, അതായത് വെയിലുള്ള സമയത്ത് വരണം. നിങ്ങൾക്കൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ കൂടി നല്ല ബ്രൈറ്റ് ലൈറ്റ് വേണം കേട്ടോ. എന്നാലേ ഉള്ളൂ ഇവിടെയൊക്കെ നമുക്കൊരു അടിപൊളി ഫോട്ടോ കിട്ടത്തുള്ളൂ. ഞങ്ങൾ വന്നപ്പം കറങ്ങി വന്നപ്പം ചെറുതായിട്ടൊന്ന് വൈകുന്നേരമായിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ വെട്ടമൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഇവിടുത്തെ ഫോട്ടോസൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് കിട്ടിയത്. പക്ഷേ ഇവിടെ ഫ്ലവേഴ്സും ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അങ്ങനെ ചെറി ബ്ലോസം കാണണം എന്നുള്ള 2024 സ്വപ്നം ഞാൻ ഉപേക്ഷിച്ചു. ചെറുതായിട്ട് വിരിഞ്ഞ പൂക്കളെ കണ്ട് സന്തോഷത്തോടെ ഞങ്ങൾ തിരിച്ചു വന്നു. വരുന്ന വഴിക്ക് ഞങ്ങൾ പക്ഷേ വേറെ കുറച്ച് ചെടിയും കൂടെ എടുത്ത് കണ്ടു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ പാർക്കെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിൻ്റെ നടുക്ക് നിന്ന് ഈ 2 വശത്തും പിങ്ക് കളറിലെ ചെറി ബ്ലോസം നടുക്കുന്ന ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ശരിക്കും വന്നത്. കുഴപ്പമില്ല, ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു പിങ്ക് ഫ്ലവർ കണ്ടു. ഇതെല്ലാം ഏകദേശം ഒരു ചെറിയ ബ്ലോസം, അതായത് ബ്ലോസം സ്പ്രിംഗ് പറയുമ്പം ആ ഒരു ടൈമാണല്ലോ, ആ സമയത്ത് വിരിക്കുന്ന പൂക്കളാണ്. അപ്പോൾ എനിക്ക് ആ പിങ്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാനൊരു ചെറിയ ബൈറ്റ് എടുത്തു. അങ്ങനെ പൂക്കൾ തേടിയുള്ള യാത്ര ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് റോഡ് സൈഡിൽ പിന്നെയും ഞങ്ങളെ പിടിച്ചു നിർത്തിയ പോലെ ഒരു വെള്ള പൂക്കളുള്ള മരം കണ്ടത്. അപ്പോൾ അത് ഭയങ്കര റീച്ചബിളായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 2 ഫോട്ടോ എടുക്കാൻ തോന്നി. എനിക്കാണ് മെയിനായിട്ട് ഫോട്ടോ വേണ്ടിയിരുന്നത് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും സന്തോഷത്തോടെ ചെയ്യണം അല്ലേ, അല്ലെങ്കിൽ അതിലൊരു കാര്യമില്ല. അപ്പോൾ ഞങ്ങളിത് വളരെ സന്തോഷത്തോടെ എടുത്തൊരു വീഡിയോ ആണ്. ഈ വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗം, ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റിൽ കൂടി അറിയിക്കുക കേട്ടോ. അങ്ങനെ സ്പ്രിങ്ങിൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞു, സമ്മറിലേക്ക് കിടക്കുകയാണ്. അതിന് മുന്നേ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വേണോ വേണ്ടയോ കമൻറ്റ് ചെയ്യണേ. അപ്പം സീ യു, ബൈ.